അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ വന്നത് ഹോണ്ടൻ്റെ 2 ഡീസൽ വാഹനങ്ങളാണ്. ഹോണ്ടൻ്റെ ജാസ് വരുന്നുണ്ട്, ഒന്ന് അമേസും വരുന്നുണ്ട്. രണ്ടും ഡീസലാണ്. ഡീസൽ വണ്ടികളായതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 22-23 ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടികളാണ് രണ്ടും. ഹോണ്ടൻ്റെ വണ്ടികളായതുകൊണ്ട് തന്നെ നല്ല ലോങ് എൻജിൻ ലൈഫ് വണ്ടിക്ക് വരും. അത്യാവശ്യം നല്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഓടാൻ പറ്റും. ബാക്കി മൊത്തമുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന വണ്ടി അമേസാണ്. ന്യൂ ടൈപ്പാണ്. 2018 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 97,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഏറ്റവും ഫുള്ളോട് വണ്ടിയാണ്. VX ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിൻ്റെ വണ്ടി. ചെറുപാടൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ VX ആയതുകൊണ്ട് തന്നെ ക്വാർട്ടർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കമ്പനി സ്റ്റീരിയോ, എയർ ബാഗ്, ABS അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ വണ്ടി കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ വണ്ടി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം റെഗുലറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. 22-23 ലെവലൊക്കെ വണ്ടിക്ക് മൈലേജ് പ്രതീക്ഷിക്കാൻ പറ്റും. ടയർ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ല, അലവിലൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ വേറെ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിൻ്റെ വണ്ടി. പിന്നെ വണ്ടി ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിക്കി സ്പേസ് വണ്ടിക്ക് വരുന്നുണ്ട്. സെഡാൻ ടൈപ്പ് വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 6,55,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 6 ലക്ഷം വരെയൊക്കെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഒരു ഡീസൽ വാഹനം, മോഡൽ കൂടി ഡീസൽ വാഹനമാണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. അടുത്ത വണ്ടി വരുന്നത് ജാസാണ്. 2015 വണ്ടീൻ്റെ മോഡൽ വരുന്നത്. 16 രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ 1,12,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഡീസലാണ്. ഡീസൽ മാനുവലാണ്. V ആണ് വണ്ടീൻ്റെ ഓപ്ഷൻ വരുന്നത്. KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനിലാണ് വണ്ടി നിലവിലുള്ളത്. ചെറുപാടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. സീറ്റ് കവർ വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിക്ക് വരുന്നുണ്ട്. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. 2 എയർ ബാഗ്, ABS, ക്വാർട്ടർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, പിന്നെ ബാക്ക് വൈപ്പർ, അലോയ് വീൽ, സെയിം ഫീച്ചേഴ്സ് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. ടയർ ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ടയറേ വണ്ടിക്കുള്ളൂ. പിന്നെ വണ്ടീൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയെന്നുണ്ടെങ്കിൽ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. 1.5 വണ്ടീൻ്റെ എൻജിൻ CC വരുന്നത്. ABS ഒക്കെ വരുന്ന വണ്ടിയാണ്. ഡിക്കി സ്പേസ് ഒക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ സെഡാൻ ടൈപ്പ് വണ്ടി അല്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ വണ്ടിക്ക് റേറ്റ് വരുന്നത് 4,35,000 രൂപയാണ്. ഓൾമോസ്റ്റ് നമുക്കൊരു 4 ലക്ഷം വരെ വണ്ടിക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിലവിൽ ഈ 2 വണ്ടിയും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ബാക്കി മൊത്തമായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളെ സ്ഥലം വരുന്നത് കാക്കഞ്ചേരിയാണ്. രാമനാട്ടുകര അടുത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ അടുത്താണ്. 2 വണ്ടി ഡീസലാണ്. റെഗുലറായിട്ടൊക്കെ ഡീസൽ വണ്ടികൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളാണ് രണ്ടും. ചെറിയ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഇറക്കാൻ പറ്റിയ വണ്ടികളാണ്.